everyone. Corporate accounting എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ എന്താ പ്രീവിയസ് ക്ലാസ്സിൽ എന്താ പറഞ്ഞു നിർത്തിയത്? NFRA അല്ലെ? NFRA അല്ലെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്താണല്ലേ പറഞ്ഞത്? എന്താണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? എന്തിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് ഫോം ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനും വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ബോഡീനെയാണ്, ആ ഒരു അതോറിറ്റിനെയാണ് മക്കളെ നമ്മൾ എന്ത് പേരിൽ പറഞ്ഞത്? NFRA അല്ലെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഈ NFRAയുടെ കമ്പോസിഷൻ ഓർ സ്ട്രക്ചർ എങ്ങനെയാണ് പറഞ്ഞത്? ദെൻ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 15 മെമ്പേഴ്സ് ഉണ്ട്, ദെൻ കുറച്ച് കണ്ടീഷൻസും റിക്വയർഡ് ക്വാളിഫിക്കേഷൻസും ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ? NFRA അല്ലെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ റോൾ എന്താണ്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് റോൾ എന്താ പറയുന്നത്? Make recommendations to the central government related to accounting and auditing policies and standards. എന്താ പറയുന്നത്? ഫസ്റ്റ് റോളാണ് പറയുന്നത് അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പോളിസീസും സെറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന് സജഷൻസ് പ്രൊവൈഡ് ചെയ്യുക, റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റോൾ. ക്ലിയർ ആവുന്നുണ്ടോ? എന്താ പറയുന്നത്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി അല്ലെങ്കിൽ NFRA എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് റോൾ എന്താ? സെൻട്രൽ ഗവൺമെന്റിന്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും തുടങ്ങിയിട്ടുള്ള ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ സ്ട്രീംസുമായി റിലേറ്റ് ചെയ്ത് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം, റൂൾസ് സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ട റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് റോൾ ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തെ റോൾ എന്താ പറയുന്നത്? മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് ദ കംപ്ലയൻസസ് ഓഫ് ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്താ പറയുന്നത്? നമ്മുടെ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ, റൂൾസ് സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കംപ്ലയൻസസ് എൻഫോഴ്സ് ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതിനെ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? NFRA നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, NFRA. രണ്ട് റോളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനും സെൻട്രൽ ഗവൺമെന്റിന് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ പറയുന്നു അത്തരത്തിലുള്ള അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് വൺ എന്താ നമ്മളെ പറയുന്നത്? ഇറ്റ് ഓവർസീസ് ദ ക്വാളിറ്റി ഓഫ് സർവീസസ് ഓഫ് ദി പ്രൊഫഷണൽസ്. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ഉണ്ട്, അതായത് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്തുന്ന ആളുകളുണ്ട്. സോ അത്തരം പ്രൊഫഷണൽസിന്റെ, അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് പ്രൊഫഷണൽസിന്റെ സർവീസുകളുടെ ക്വാളിറ്റിനെ മോണിറ്റർ ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ആ അതോറിറ്റിയാണ് NFRA എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ എന്താ പറയുന്നത്? അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രൊഫഷണൽസ് അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസ്, അവരുടെ വർക്കിംഗ് ക്വാളിറ്റിനെ മോണിറ്റർ ചെയ്യുന്ന അതോറിറ്റിയാണ് NFRA. ക്ലിയർ ആണോ? Then the fourth one, നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? Suggest measures required for improvements in the quality of services of the professional. അപ്പോൾ നമ്മൾ ഇതിന് ഒരു നാലാമത്തെ പോയിന്റിൽ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസിന്റെ, ഓഡിറ്റിംഗ് പ്രൊഫഷണൽസിന്റെ സർവീസ് ക്വാളിറ്റിനെ മെഷർ ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത്തരത്തില് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട, അവരുടെ സർവീസ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ട മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ റിക്വയർഡ് സജഷൻസ് കൊടുക്കുക. അതും ആരുടെ കടമയാണ്? NFRAയുടെ കടമയാണ്. ദെൻ ദ ലാസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NFRAയുടെ റോളാണ്. അതിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ടു പെർഫോം അതർ ഫങ്ഷൻസ് റിലേറ്റഡ് ടു ദി അബവ്. ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള, മുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞത്?
അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പോളിസീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനെ മോണിറ്റർ ചെയ്യുന്നു, എൻഫോഴ്സ് ചെയ്യുന്നു. ദെൻ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസിന്റെ സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യുന്നു, അതിന് റെക്കമെൻഡേഷൻസും സജഷൻസും കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ എന്താ പറയുന്നത്, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടില്ല, മുകളിൽ പറഞ്ഞ ഈ 4 കാര്യങ്ങളായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ഫങ്ഷൻസ് കൂടി ആര് പെർഫോം ചെയ്യുന്നുണ്ട്? NFRA അല്ലെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ക്ലിയർ ആണല്ലോ? യെസ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ആണ്. എന്താണ് നമ്മൾ പറയുന്നത്? NFRA പറഞ്ഞുകൊണ്ടിരിക്കുന്നത് NFRA നീഡ് ഫോർ NFRA എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് NFRA നീഡ്സ്? ഒരു 5 പോയിന്റ്സ് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, restructuring or introducing new regulating authorities across the globe to carry out the accounting and auditing purposes. മനസ്സിലാവുന്നുണ്ടോ എന്താ പറയണത്? അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, അക്കൗണ്ടിങ് നടത്താനും ഓഡിറ്റിംഗ് ചെയ്യാനൊക്കെ വേണ്ടി അക്രോസ് ദി ഗ്ലോബ് അല്ലെങ്കിൽ അക്രോസ് ദി വേൾഡ് വൈഡ് ആയിട്ട് പുതിയ അതോറിറ്റീസിനെ കൊണ്ടുവരിക, അതല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് അതോറിറ്റീസിന് റീസ്ട്രക്ചർ ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. അതൊക്കെ ആരാ ചെയ്യണത്? NFRA ചെയ്യണത്. ക്ലിയർ ആണോ മക്കളെ? നീഡ് ഫോർ NFRA. എന്തിനാണ് NFRA വേണ്ടത്? NFRA എന്താ ചെയ്യണത്? അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് NFRA ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? സോ NFRA വരുന്നതോട് കൂടിയിട്ട് അക്രോസ് ദി വേൾഡ് അല്ലെങ്കിൽ ഓൾ ഓവർ ദി വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബലി അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പർപ്പസസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നടത്താൻ വേണ്ടി പുതിയ അതോറിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അതോറിറ്റീസിൽ റീസ്ട്രക്ചറിങ്സ് അതായത് മാറ്റങ്ങൾ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ടു ഓവർകം ദ പ്രോബ്ലംസ് ഓഫ് NPA. വാട്ട് ഈസ് NPA? NPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്നുള്ളതാണ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് പറയുന്നത് എന്താ? ഇപ്പൊ നമ്മുടെ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ട്. അതായത് നോൺ പെർഫോമിംഗ് അസറ്റ് മീൻസ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരാത്ത, നമുക്ക് ഒരു വരുമാനം ഇല്ല, അങ്ങനെയുള്ള അസറ്റിനെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് അല്ലെങ്കിൽ NPA എന്ന പേരിൽ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസിൽ കമ്പനീസിൽ നോൺ പെർഫോമിംഗ് അസറ്റുകൾ ഉണ്ട്, NPAs ഉണ്ടെങ്കിൽ അതിന്റെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? NFRA സഹായിക്കുന്നുണ്ട്. എങ്ങനെ NFRA സഹായിക്കുന്നത്? കാരണം NFRA പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസിനെ കൊണ്ടുവരുന്നുണ്ട്. സോ NFRA എന്തിനു സഹായിക്കുന്നു? ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? NFRA സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ടു അവോയ്ഡ് ടാക്സ് ഇവേഷൻ. വാട്ട് ഈസ് ടാക്സ് ഇവേഷൻ? ടാക്സ് ഇവേഷൻ പറഞ്ഞാൽ എന്താ? ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികളും ഓരോ വർഷത്തെയും ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും അവരുടെ പ്രോഫിറ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണ്ടേ? സോ ചില കമ്പനികൾ എന്ത് ചെയ്യും? അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ അല്ലെങ്കിൽ റെക്കോർഡ്സിലൊക്കെ കള്ളത്തരങ്ങളൊക്കെ കാട്ടിയിട്ട് ടാക്സ് കൊടുക്കില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് കമ്മിയൊക്കെ കാണിച്ചിട്ട് ടാക്സ് കൊടുക്കാതിരിക്കും. സോ നമ്മളിപ്പോൾ 50,000 രൂപ ടാക്സ് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പർപ്പസ്ഫുള്ളി ടാക്സ് കൊടുക്കാതിരിക്കുന്നതിനെയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഈ ടാക്സ് ഇവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? NFRA സഹായിക്കുന്നുണ്ട്. എങ്ങനെ സഹായിക്കുന്നത്? NFRA പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് റെഗുലേറ്ററി അതോറിറ്റീസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, അവരെല്ലാം അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ കള്ളത്തരങ്ങളും കൃത്രിമങ്ങളൊന്നും നടക്കുന്നില്ല. ഇനി നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ടു ഫോളോ ആൻ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് സിസ്റ്റം. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യാൻ ആര് സഹായിക്കുന്നു? NFRA സഹായിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്. ഇനി ദ ലാസ്റ്റ് വൺ, ടു അവോയ്ഡ് മാൽ പ്രാക്ടീസസ് ഇൻ അക്കൗണ്ടിങ്. എന്താ പറയുന്നത്? അക്കൗണ്ടിങ്ങിൽ വരുന്ന മാൽ പ്രാക്ടീസസ്
അതായത് കൃത്രിമങ്ങൾ, കള്ളത്തരങ്ങൾ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ആരെ സഹായിക്കുന്നുണ്ട്? NFRA സഹായിക്കുന്നുണ്ട്. സോ നമ്മൾ എന്താ പറയുന്നത്? വാട്ട് ഈസ് NFRA? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, അല്ലെങ്കിൽ അതോറിറ്റിയാണ് NFRA എന്ന് നമ്മൾ പറയുന്നത്. NFRAയുടെ ലീഡ് റോൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ പറയണത് ലീഡാണ്. എന്തൊക്കെയാണ് NFRA എന്ത് ചെയ്യുന്നുണ്ട്? അക്രോസ് ദി വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബലി അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പർപ്പസസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി ന്യൂ അതോറിറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നോട്ട് പെർഫോമിംഗ് അസെറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ടാക്സിവേഷൻ പറഞ്ഞാൽ എന്താ? ബിസിനസ് എൻറ്റിറ്റീസും ബിസിനസ് ഓർഗനൈസേഷൻസും കമ്പനീസും ഒക്കെ ടാക്സ് കൊടുക്കാതെ അതിൽ കൃത്രിമം കാണിക്കുന്നതിനെയാണ് ടാക്സിവേഷൻ പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഒരു ഓഡിറ്റ് സിസ്റ്റം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ഡിസിപ്ലിനിൽ, ആ ഒരു സ്ട്രീമിൽ മാൽ പ്രാക്ടീസസ്, കൃത്രിമങ്ങൾ വരാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു.